ഹായ് ഡാ മൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അപ്പം നമ്മുടെ വീഡിയോയുടെ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഓണത്തിന് ഒരു അച്ചാറിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഞാനിപ്പോൾ നാരങ്ങയും ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 200 ഗ്രാം ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ മുളക് പൊടി എടുക്കുന്നത് കാശ്മീരി ചില്ലിയും നോർമൽ 2 മുളക് പൊടിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. പിന്നെ അതിലേക്കൊരു കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, നാരങ്ങ വാട്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. നാരങ്ങ വാട്ടെന്ന് അറിയാമല്ലോ, നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ അപ്പച്ചമ്പിൽ വെച്ച് ആവി കയറ്റി എടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈന്തപ്പഴം, ഇതിപ്പോൾ 3 കിലോ നാരങ്ങയും 2 കിലോ ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ ഒരു കണക്കിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ മാങ്ങാച്ചാറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ മീനച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കണക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മളിത് ഓണം സെയിലിന് വേണ്ടി തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് കണക്കൊക്കെ പറഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1/2 കിലോ, അതായത് 500 മില്ലി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുകും ഉലുവയും ഇട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് അച്ചാറിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ് അച്ചാറിൻ്റെ ബിസിനസ്. നമുക്ക് എവിടെയും പോകണ്ട, നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ചെറിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ നാരങ്ങയാണെങ്കിലും, ഇപ്പം നാരങ്ങയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ വില കൂടുതലാണ്. അപ്പോൾ ഓണത്തിന് ചെയ്യുന്നവർക്ക് ഓണത്തിന് ചെയ്യാം. ഇനി അതല്ല, സ്റ്റാർട്ടിങ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓണമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ കുറച്ച് കുറയും. ആ സമയത്ത് മാങ്ങയും നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഈന്തപ്പഴം, അതായത് 2 കിലോ ഈന്തപ്പഴമാണേ. ആ ഈന്തപ്പഴം നമ്മൾ 2 കിലോയും പിന്നെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, എന്നാൽ കറക്റ്റ് 2 കിലോ കൂട്ടിയാൽ മതി. 2 കിലോ ഈന്തപ്പഴം കൂടെ നമ്മൾ ഇതിനകത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എടുക്കുന്നൊരു കണക്കാണ്, 3 കിലോ നാരങ്ങയ്ക്ക് ഞാൻ 2 കിലോ ഈന്തപ്പഴമാണ് എടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 സ്പൂൺ ഉപ്പും കൂടെ ഇടുന്നുണ്ട്. അത് ഈ ഈന്തപ്പഴത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. നാരങ്ങയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് പുരട്ടിയാണ് വെച്ചേക്കുന്നത്, കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഈന്തപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റി ഒരു അത്യാവശ്യം അതൊന്ന് വെന്ത് വരണം. അത്രയും രീതിയിൽ നമ്മളൊന്ന് വഴറ്റണം. അപ്പോൾ ഇതെല്ലാം വഴറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ ആ പൊടി കറക്റ്റായിട്ട് നമുക്ക് മൂത്ത് കിട്ടത്തില്ല. പിന്നെ ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാനൊക്കെ ഇത്തിരി പാടാണേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പൊടികൾ വേറെ മൂപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ഒന്ന് അത്യാവശ്യം വഴന്ന് വന്നപ്പോഴേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച നാരങ്ങയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. 3 കിലോ നാരങ്ങയും 2 കിലോ ഈന്തപ്പഴമാണ് കേട്ടോ കണക്കിന്. നിങ്ങളിപ്പോൾ 1 കിലോ നാരങ്ങയ്ക്കൊക്കെ വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ 1 കിലോ നാരങ്ങയ്ക്ക് ഒരു 1/2 കിലോ ഈന്തപ്പഴം എടുത്താലും മതി കേട്ടോ. അത് അത്യാവശ്യം നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ അതെല്ലാം കൂടെ വന്നിട്ട് നന്നായിട്ട് ആ നാരങ്ങയും ഈന്തപ്പഴവും നല്ലതായിട്ടൊന്ന് മെൽറ്റായി അത്യാവശ്യം ഇതായി വന്നപ്പോഴേക്ക് നമ്മളതിലേക്ക് ചൂടാക്കി വെച്ചിരുന്ന പൊടികൾ നല്ല രീതിയിൽ ചൂടാക്കി ആ കളറൊക്കെ മാറി വന്നപ്പോഴാണ് ഞാനത് മാറ്റി വെച്ചത്. അപ്പോൾ ആ പൊടികളും കൂടെ ചേർത്തിട്ട് കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ. ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നത്, നമ്മൾ ആ നാരങ്ങ അരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ അതിൽ, ആ നാരങ്ങയിലെ വെള്ളമാണ്, നാരങ്ങയുടെ നീര് തന്നെയാണ് കേട്ടോ, ആ മഞ്ഞൾപ്പൊടി പുരട്ടിയ നീരാണ്. അതും അതിലേക്ക് ഒഴിച്ചു. പിന്നെ ഒരു ലിറ്റർ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. 1 ലിറ്റർ മുഴുവൻ ഒഴിക്കുന്നുണ്ട്. കാരണം ഇതിപ്പം 5 കിലോ ഉണ്ട്, നമുക്ക് നാരങ്ങയും ഈന്തപ്പഴവും കൂടെ 5 കിലോ ഉണ്ട്. അപ്പോൾ 1 ലിറ്റർ വിനാഗിരി ഞാൻ ആദ്യം ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സാക്കി അതിനുശേഷം ഞാൻ വീണ്ടും 1 ലിറ്ററും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ലിറ്റർ, അപ്പോൾ 5 കിലോ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 ലിറ്റർ വിനാഗിരി ഞാൻ
ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ 1.5 ഒഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി തിക്കായിരുന്നു. അപ്പം നമ്മൾ ഈ ഇപ്പം കാണുന്ന ഒരു കൺസിസ്റ്റൻസി ആവില്ല നമ്മൾ രാവിലെ നോക്കുമ്പോൾ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് ടൈം കഴിഞ്ഞ് ഇതൊക്കെ തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകി കട്ടിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന വിനാഗിരിയും കൂടെ, അതായത് 1.5 ലിറ്റർ ആദ്യം ഒഴിച്ചു, അതിനുശേഷം 1/2 ലിറ്ററും കൂടെ ഒഴിച്ചു. പിന്നെ അത് 2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഈ ഉപ്പ് പോരാ ഇതിന്, 2 സ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവസാനമായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ അത്യാവശ്യം കായപ്പൊടി ചേർത്താണ്, എന്നാലും അച്ചാർ ഉണ്ടാക്കുമ്പോൾ മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും അവസാനം കുറച്ച് കായപ്പൊടിയും കൂടെ അതിന് പുറമേ ഒന്ന് തൂവിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഇളക്കി വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യാനാണെങ്കിൽ നമുക്കിത് ബോട്ടിലാക്കി 1/4 കിലോ ആയിട്ടോ 1/2 കിലോ ആയിട്ടോ 1 കിലോ ആയിട്ടോ സെയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.